2 ദിനവൃത്താന്തം 4-ാം അധ്യായം. അവൻ താമ്രം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി. അതിൻ്റെ നീളം 20 മുഴവും വീതി 20 മുഴവും ഉയരം 10 മുഴവും ആയിരുന്നു. അവൻ ഒരു വാർപ്പ് കടലും ഉണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിന് വക്കോട് വക്ക് 10 മുഴവും ഉയരം 5 മുഴവും ചുറ്റും 30 മുഴം നൂലളവും ഉണ്ടായിരുന്നു. അതിന് കീഴേ ചുറ്റിലും കുമിഴുകൾ മുഴത്തിന് 10 വീതം കടലിനെ ചുറ്റിയിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴുകളും 2 നിരയായി വാർത്തുണ്ടാക്കിയിരുന്നു. അത് 12 കാളയുടെ പുറത്തു വെച്ചിരുന്നു. 3 വടക്കോട്ടും 3 പടിഞ്ഞാറോട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടൽ അവയുടെ പുറത്തു വെച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ട് ആയിരുന്നു. അതിൻ്റെ കനം 4 അങ്കുലവും അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെ വക്ക് പോലെയും വിടർന്ന താമരപ്പൂ പോലെയും ആയിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളും. അവൻ 10 തൊട്ടിയും ഉണ്ടാക്കി. കഴുകുന്ന ആവശ്യത്തിലേക്ക് 5 വലത്ത് ഭാഗത്തും 5 ഇടത്ത് ഭാഗത്തും വെച്ചു. ഹോമയാഗത്തിനുള്ള സാധനങ്ങളെ അവർ അവയിൽ കഴുകും. കടലോ പുരോഹിതന്മാർക്ക് കഴുകുവാനുള്ളതായിരുന്നു. അവൻ പൊന്നുകൊണ്ട് 10 വിളക്കും അവയെക്കുറിച്ചുള്ള വിധിപ്രകാരം ഉണ്ടാക്കി. മന്ദിരത്തിൽ വലത്തു ഭാഗത്ത് 5ഉം ഇടത്തു ഭാഗത്ത് 5ഉമായി വെച്ചു. അവൻ 10 മേശയും ഉണ്ടാക്കി. മന്ദിരത്തിൽ വലത്തു ഭാഗത്ത് 5ഉം ഇടത്തു ഭാഗത്ത് 5ഉമായി വെച്ചു. അവൻ പൊന്നുകൊണ്ട് 100 കലശവും ഉണ്ടാക്കി. അവൻ പുരോഹിതന്മാരുടെ പ്രാകാരവും വലിയ പ്രാകാരവും പ്രാകാരത്തിന് വാതിലുകളും ഉണ്ടാക്കി. കതക് താമ്രം കൊണ്ട് പൊതിഞ്ഞു. അവൻ കടലിനെ വലത്തു ഭാഗത്ത് തെക്ക് കിഴക്കായിട്ട് വെച്ചു. ഹൂരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. ഇങ്ങനെ ഹൂരാം ദേവാലയത്തിൽ ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണി തീർത്തു. സ്തംഭങ്ങൾ, 2 സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള ഗോളാകാരമായ പോതികകൾ, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ ഗോളങ്ങളെ മൂടുവാൻ 2 വലപ്പണി, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ 2 ഗോളങ്ങളെ മൂടുന്ന ഓരോ വലപ്പണിയിൽ ഈ 2 നിര മാതളപ്പഴമായി 2 വലപ്പണിയിലും കൂടെ 400 മാതളപ്പഴം, പീഠങ്ങൾ, പീഠങ്ങളിന്മേൽ തൊട്ടികൾ, കടൽ, അതിനു കീഴെ 12 കാള, കലങ്ങൾ, ചട്ടുകങ്ങൾ, മുൾക്കൊളുത്തുകൾ എന്നീ ഉപകരണങ്ങളൊക്കെയും ഹൂരാം ആബി മിനുക്കിയ താമ്രം കൊണ്ട് യഹോവയുടെ ആലയത്തിനു വേണ്ടി ശലോമോൻ രാജാവിന് ഉണ്ടാക്കി കൊടുത്തു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സെരേദാദയ്ക്കും മധ്യേ കളിമണ്ണുള്ള നിലത്ത് വെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. ഇങ്ങനെ ശലോമോൻ ഈ ഉപകരണങ്ങളൊക്കെയും ധാരാളമായി ഉണ്ടാക്കി. താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും പൊന്നുകൊണ്ടുള്ള പീഠവും കാഴ്ചയപ്പം വെക്കുന്ന മേശകളും അന്തർമന്ദിരത്തിനു മുൻപാകെ നിയമപ്രകാരം കത്തേണ്ടതിന് നിർമ്മലമായ തങ്കം കൊണ്ടുള്ള നിലവിളക്കും ദീപങ്ങളും പൊന്നുകൊണ്ട് സാക്ഷാൽ നിർമ്മലമായ തങ്കം കൊണ്ട് തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും ചവണകളും തങ്കം കൊണ്ട് കത്രികകളും കലശങ്ങളും തവികളും തീച്ചട്ടികളും ഉണ്ടാക്കി. ആലയത്തിൻ്റെ വാതിലുകൾ, അതിവിശുദ്ധ മന്ദിരത്തിലേക്കുള്ള അകത്തെ കതകുകളും മന്ദിരമായ ആലയത്തിൻ്റെ കതകുകളും പൊന്നുകൊണ്ട് ആയിരുന്നു.